ഹായ്, ഒരു MBA വേണമെന്നുണ്ട്. ബട്ട് അത് റെഗുലർ വേണോ, ഡിസ്റ്റൻസ് വേണോ, ഓൺലൈൻ മോഡ് വേണോ എന്നുള്ള കൺഫ്യൂഷൻ ആണോ? അല്ല, നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയ ഏത് MBA സ്ട്രീം ആണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടെത്താം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റെഗുലർ MBA ആണ്. അതായത് കോളേജിൽ പോയിട്ട് ഡയറക്റ്റായി പഠിക്കുന്ന രീതി, ക്യാമ്പസിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നമുക്ക് നന്നായിട്ട് പഠിക്കാനും നമുക്ക് നല്ല എക്സ്പോഷറും ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ കിട്ടുന്ന ഒരു ഓപ്ഷൻ. പക്ഷെ അതെല്ലാവർക്കും സാധ്യമല്ല. റെഗുലർ MBA കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഫ്രഷേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്, അതുപോലെ ഒരു ഇന്റർവെൽ ഇട്ടിട്ട് ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ റെഗുലർ MBA പോസിബിൾ ആണ്. കാരണം ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം, ക്ലാസ്സിൽ പോകണം, ഇതിനെല്ലാം സമയമുള്ളവർക്ക് മാത്രമേ റെഗുലർ MBA പോസിബിൾ ഉള്ളൂ. അടുത്തൊരു MBA ഓപ്ഷൻ ഓൺലൈൻ MBA ഓപ്ഷൻ. അതായത് കുട്ടിക്ക് ക്ലാസ് കിട്ടും, പക്ഷെ അത് വെർച്വൽ ആണ്. അതായത് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ പോർട്ടൽസ് വഴി കുട്ടിക്ക് ക്ലാസ്സുകൾ കിട്ടും. അപ്പൊ നമ്മളെ ലാപ്ടോപ്പ്, മൊബൈൽ എല്ലാം യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് റെഗുലർ പോലെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. വീട്ടിലിരുന്നുകൊണ്ട് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ക്യാമ്പസ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, എന്നാൽ പഠിക്കാനുള്ള MBA കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യാം. ഓൺലൈൻ MBA ശരിക്കും ഈ ജോലി തിരക്ക് അല്ലെങ്കിൽ മറ്റ് തിരക്കുകളിലുള്ള ആളുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയ ഒരു സ്ട്രീമാണ്. അതായത് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് വഴി അവർക്ക് പഠിക്കുകയും ചെയ്യാം, എക്സാംസ് ഓൺലൈൻ വഴി എഴുതുകയും ചെയ്യാം. അപ്പം മറ്റ് ജീവിത സാഹചര്യങ്ങൾ ഇത് ഒരിക്കലും ബാധിക്കുന്നുമില്ല. ഇത് വലിയൊരു ഓപ്ഷനാണ് ശരിക്കും ഇന്നിപ്പോൾ നമ്മളൊരു മോഡേൺ വേൾഡിൽ വന്നിട്ടുള്ളത്. തേർഡ് ഓപ്ഷൻ ഈസ് ഡിസ്റ്റൻസ് MBA. അതായത് യൂണിവേഴ്സിറ്റി നമുക്ക് ബുക്സും കാര്യങ്ങളെല്ലാം തരും, ക്ലാസ്സുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ സ്വയം പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ ഓപ്ഷൻസ് എടുത്താൽ മതി. അതുപോലെ തന്നെ എക്സാംസ് സെൻട്രൽ പോയി എഴുതാനുള്ള സമയം, സൗകര്യമൊക്കെ നമുക്ക് വേണം. സ്വയം പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം. അങ്ങനത്തെ ആളുകൾ മാത്രം ഡിസ്റ്റൻസ് MBAക്ക് വേണ്ടി നോക്കിയാൽ മതി. അപ്പോൾ ഫീസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ഫീസ് വരിക ഡിസ്റ്റൻസ് MBAയിൽ തന്നെയാണ്. അതിനേക്കാൾ കൂടുതൽ വരിക ഓൺലൈൻ MBAയിലാണ്. അതിനേക്കാൾ ഒരുപാട് കൂടുതൽ വരിക റെഗുലർ MBAയിലാണ്. അപ്പൊ ഇതെല്ലാം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ ജീവിത സാഹചര്യമായിട്ട് സ്യൂട്ടബിൾ ആവുന്നത് നിങ്ങൾ അതെടുക്കുക.